ഒരിക്കൽ ഭക്തനായ ഒരു മനുഷ്യൻ ഇവണ്ണം പറയുകയുണ്ടായി, 10,000 നാവുകൾ എനിക്ക് ഉണ്ട് എങ്കിലും യേശുവിന്റെ ശ്രേഷ്ഠത വർണ്ണിച്ചു തീർപ്പാൻ കഴിയത്തില്ല. കാരണം ഹിമാലയത്തിന്റെ ഉയരത്തെക്കാൾ പസഫിക്കിന്റെ ആഴത്തെക്കാൾ എത്രയോ ഉന്നതമത്രേ, എത്രയോ അഗാധമത്രേ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ മഹത്വം. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഇവൻ എത്ര മഹാനെന്ന് നോക്കുവിനെന്ന്. ഓരോ അക്ഷരത്തിനും, ഓരോ വാക്കിനും, ഓരോ വചനത്തിനും, ഓരോ പാരഗ്രാഫിലും യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് വർണ്ണിക്കുന്നു. എന്നും എവിടെയും എപ്പോഴും യേശുവിന്റെ മഹത്വത്തെ ഉയർത്തുന്ന പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളെ സ്പർശിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ നമുക്ക് യേശുവിന്റെ നാമത്തെ ഒന്നിച്ച് ഉയർത്താം. ടോർച്ച് ഓഫ് ട്രൂത്ത് കുടുംബം വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എബ്രായ ലേഖനം 1-ാം അധ്യായം തുടങ്ങി 13 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നിരനിരയായി പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ നിരത്തിവെക്കുകയാണ്. നാം കേൾക്കുകയുണ്ടായി, പ്രവാചകന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ, ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠൻ. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായ മോശയേക്കാൾ ദൈവപുത്രനായ യേശു ശ്രേഷ്ഠൻ. അതിനുശേഷം യോശുവേക്കാൾ യേശു ശ്രേഷ്ഠൻ. മറക്കരുത്, അഹരോനിലും യേശു ശ്രേഷ്ഠൻ, മൽക്കീശേദെക്കിലും യേശു ശ്രേഷ്ഠൻ. ആ ലിസ്റ്റ് എങ്ങനെ നീണ്ടുപോകുന്നു. ഇന്ന് പകൽക്കാലം എബ്രായർ 8:6 നിങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു കാര്യത്തെക്കാൾ യേശു കർത്താവ് ശ്രേഷ്ഠൻ. എബ്രായർ 8:6 നിങ്ങൾക്കായി വായിക്കട്ടെ. അവനും വിശേഷത ഏറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ ഒരു നിയമത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. സോ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, കർത്താവായ യേശു പഴയ നിയമത്തിലെ ഉടമ്പടിയേക്കാൾ പുതിയ നിയമത്തിൽ യേശു ശ്രേഷ്ഠനത്രേ. പഴയ നിയമത്തിൽ ദൈവം നൽകിയ ഉടമ്പടിയേക്കാൾ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ശ്രേഷ്ഠൻ അത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉടമ്പടികളുടെ ദൈവമത്രേ നമ്മുടെ കർത്താവ്. പ്രത്യേകിച്ച് ഉടമ്പടി അഥവാ കവനന്റുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വിവാഹം ഒരു ഉടമ്പടി അത്രേ. 1994 മാർച്ച് മാസം 14-ാം തീയതി ഞാനും സാനിയും അതേ വിവാഹം ചെയ്യുകയുണ്ടായി. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റ് പാസ്റ്റർ TJ സാമുവൽ അനുഗ്രഹിക്കപ്പെട്ട ആ ദിവസത്തിൽ ഞങ്ങളുടെ കരങ്ങളെ പിടിപ്പിച്ച് അതേ ഉടമ്പടിയിലത്രേ യോജിപ്പിച്ചത്. മനസ്സിലാക്കണം, മഞ്ഞച്ചരടല്ല ഭാര്യയും ഭർത്താവിനെ യോജിപ്പിക്കുന്നത്. അവർ 2 പേർ മരക്കട്ടകളായിരുന്നെങ്കിൽ കുറച്ച് ഫെവിക്കോൾ മതിയായിരുന്നു. അവർ തമ്മിൽ 2 ഇരുമ്പ് തുണ്ടുകളായിരുന്നെങ്കിൽ ഒരു വെൽഡിംഗ് മെഷീൻ ആയിരുന്നു. പക്ഷേ മനുഷ്യൻ ആത്മാവത്രേ, ആത്മാവാം ദൈവം അത്രേ ഇറങ്ങി വന്ന് അവരെ യോജിപ്പിക്കേണ്ടത്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം ആത്മാവത്രേ. ദൈവം ആത്മാവായിരിക്കുന്ന പോലെ 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം, മനുഷ്യനും ആത്മാവത്രേ. മനുഷ്യനും ആത്മാവുണ്ട്. ആത്മാവാം ദൈവം 2 ആത്മാക്കളെ തമ്മിൽ കുടുംബ ജീവിതത്തിൽ യോജിപ്പിക്കുന്നു. റിങ്ങിലല്ല, അതെ താലിയിലല്ല, പ്രത്യുത അതെ ഉടമ്പടിയിലത്രേ യോജിപ്പിക്കുന്നത്. പിതാവും മാതാവും തമ്മിൽ യോജിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെ ആ മഹോന്നതനായ ദൈവവും ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനും തമ്മിൽ ഉടമ്പടിയിൽ യോജിക്കുമ്പോൾ ദൈവപ്രവൃത്തി ഭൂമിയിൽ ഉളവാക്കുകയാണ്. ജാതിത്വ നിലവാരത്തിൽ നിന്നും അതായ രൂത്തും ഇസ്രായേൽ പാരമ്പര്യമനുസരിച്ച് യഹൂദ മതപ്രകാരം ജനിച്ചു വന്നതായ ബോബസും തമ്മിൽ യോജിക്കുകയുണ്ടായി. ബോബസും രൂത്തും തമ്മിൽ യോജിച്ചപ്പോൾ ഒബേദ് എന്ന കുഞ്ഞ് ജനിച്ചു. ഒബേദ് എന്ന വാക്കിന് അർത്ഥം ദ മൂവ് ഓഫ് ഗാഡ്. വലിയവനായ ദൈവവും ഭൂമിയിൽ നമ്മളും തമ്മിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ യോജിക്കുമ്പോൾ ദൈവത്തിന്റെ ചലനം വെളിപ്പെടുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ സഭയിൽ നിങ്ങൾ കയറിയിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിന് ഇതുവരെ ഒരു സ്ഥലത്ത് ഒരു സഭയിൽ നടന്നിട്ടില്ലാത്ത എന്തോ പ്രവൃത്തി നിങ്ങളിലൂടെ ദൈവത്തിന് പുറത്തു കൊണ്ടുവരുവാൻ ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു മൂവ്, ദൈവത്തിൻ്റെ ഒരു ചലനം നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ ജില്ലയിൽ, നിങ്ങളുടെ രാജ്യത്തിൽ കർത്താവിനെ പുറത്ത് എടുക്കുവാനുണ്ട്. ആയിരങ്ങൾക്ക് അനുഗ്രഹമായി ദൈവത്തിൻ്റെ ചലനം പുറത്തെടുക്കുവാൻ കവനന്റുകളുടെ ദൈവം, ഉടമ്പടികളുടെ ദൈവം നിങ്ങളെ ഈ നാളുകളിൽ സഹായിക്കുമാറാകട്ടെ. പഴയ നിയമത്തിൽ നോക്കുമ്പോൾ 5 ഉടമ്പടികളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എബ്രായർ 8:6 വായിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചു കേട്ടു. അതേ പഴയ നിയമത്തിൽ ദൈവം നൽകിയ ഏത് ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠനത്രേ കർത്താവായ യേശു. പഴയ നിയമത്തിൽ 5
ഉടമ്പടികൾ, 5 കൃപയുടെ സംഖ്യ അത്രേ. 5 ദിവസം വരെ ദൈവം ആദിയിൽ മനുഷ്യരാവശ്യമുള്ള സകലതും സൃഷ്ടിക്കുക നൽകിയുണ്ടായി. 5 ശുശ്രൂഷകൾ അത്രേ സഭയ്ക്കുള്ളത്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, 5 ശുശ്രൂഷയത്രേ അതേ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു കർത്താവിന്റെ നാമത്തിലുള്ള 5 സവിശേഷതയെക്കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുന്നു. അത്ഭുതവാൻ, ആലോചനയുടെ കർത്താവ്, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് ഇംഗ്ലീഷ് ബൈബിൾ അനുസരിച്ച് അതെ സ്തോത്രം അവിടെ നമുക്ക് 5 അതെ നാമങ്ങൾ, യേശുവിന്റെ വിശേഷണ നാമങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സോ ഞാൻ ആവർത്തിക്കട്ടെ, 5 കൃപയുടെ സംഖ്യ അത്രേ. ബെഥസ്ദാ കുളത്തിൽ വല്ലപ്പോഴും ദൂതനിറങ്ങി ദൈവത്തിന്റെ ദൂതൻ കലക്കിയുണ്ടായി. അതിന്റെ മണ്ഡപങ്ങളെ എണ്ണിയാൽ 1, 2, 3, 4, 5 അത്രേ. സോ 5 കൃപയുടെ സംഖ്യ അത്രേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ഭക്തന്മാർക്ക് ദൈവം ഉടമ്പടിയെ നൽകി. 5 ഉടമ്പടികൾ. നമ്പർ 1, ഒന്നാമത്തെ ഉടമ്പടി അത്രേ ആദാമ്യ ഉടമ്പടി. ആദ്യാമ ഉടമ്പടിയുടെ പ്രത്യേകത കർത്താവ് 2 വൃക്ഷങ്ങളെ ആദാമിന് മുൻപിൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഇത് നിനക്ക് തിന്നാം, പക്ഷേ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തെ നീ തിന്നരുത് എന്ന് ദൈവം ആദാമിനോട് പറഞ്ഞു. എന്നാൽ ആദാം ആ കൽപ്പന ലംഘിക്കുകയുണ്ടായി. റോമർക്ക് ലേഖനം 5-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, ഏക മനുഷ്യനായ ആദാമിനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരും പരന്നിരിക്കുന്നു. അന്തരീക്ഷത്തിൽ മാലിന്യം പരന്നിരിക്കുന്ന പോലെ, സമുദ്രജലത്തിൽ ഉപ്പ് കലർന്നിരിക്കുന്നത് പോലെ, പരന്നിരിക്കുന്നത് പോലെ അതെ ആദാം നിമിത്തം സകലരിലും പാപം പരക്കുകയുണ്ടായി. തലമുറ തലമുറയായി നെല്ല് വിതച്ച് നെല്ല് തന്നെ കൊയ്യുന്നു. തേങ്ങ കുഴിച്ചിട്ട് കവുങ്ങ അല്ല വളരുന്നത്, തെങ്ങ് തന്നെ മുളച്ചു വരുന്നു. ആദാം പാപം ചെയ്തു, തലമുറ തലമുറയായി സകലരും പാപികളായി തീർന്നു. സോ ആദാമ്യ കവനന്റിൽ, ആദാമ്യ ഉടമ്പടിയിൽ നിൽക്കാൻ ആദാമിന് കഴിഞ്ഞില്ല. വിശ്വസിക്കുക, മനുഷ്യൻ മാറുന്നില്ല. മനുഷ്യൻ മാറുന്നു, പക്ഷെ ദൈവം മാറുന്നില്ല. ദൈവം വിശ്വസ്തനത്രേ. ദൈവം വിശ്വസ്തനായി തന്നെ തുടരുന്നു. പക്ഷേ മനുഷ്യന് ആ ഉടമ്പടിയിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല. ആദാം ആ കൽപ്പന ലംഘിക്കുകയുണ്ടായി. ആദാം അനുസരണക്കേട് കാണിച്ചു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു അവൻ അനുസരണക്കേട് കാണിച്ചില്ല. യേശു കർത്താവ് അനുസരിച്ചു. നമുക്ക് മുൻമാതൃക 1-ാം ആദാമല്ല, 2-ാം ആദാമായ കർത്താവായി യേശു അത്രേ. 1-ാം ആദാമിന്റെ അനുസരണക്കേടിനാൽ ലംഘനം വന്നെങ്കിൽ അതെ 2-ാം ആദാമായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അനുസരണത്താൽ നീതീകരണം വന്നിരിക്കുന്നു. ഇത് പകൽക്കാലം നിങ്ങളെയും എന്നെ യേശുവിന്റെ രക്തത്താൽ കർത്താവ് നീതീകരിച്ചിരിക്കുന്നു. യേശുവിന്റെ അനുസരണത്താൽ ബൈബിൾ പഠിപ്പിക്കുന്നു. യേശു അനുസരിച്ചത് ക്രൂശിൽ അല്ല. യേശു കർത്താവ് അനുസരിച്ച്, ഓഫ് കോഴ്സ് നമുക്ക് പറയാം, യേശു കർത്താവ് ക്രൂശിൽ മാത്രമല്ല അനുസരിച്ചത്. ഗദശമന തോട്ടത്തിൽ അവന്റെ കൈയും കാലും സ്വതന്ത്രമായിരുന്നു. വേണമെങ്കിൽ മാനുഷിക തലത്തിൽ ചിന്തിച്ചാൽ യേശുവിനെ ചാടി ഓടി രക്ഷപ്പെടാം. പക്ഷേ അപ്പോഴും മാനസികമായി കർത്താവ് യേശു പിച്ചു ചിന്തപ്പെടുമ്പോൾ, രക്തം വിയർപ്പ് തുള്ളി ആയിത്തീരുമ്പോൾ, ആ മാനസികമായ പീഡയുടെ നടുവിൽ യേശു ഇപ്രകാരം പറഞ്ഞു, ഗദശമന തോട്ടത്തിൽ ഇവണ്ണം പ്രാർത്ഥിച്ചു പറഞ്ഞു, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതീവ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ സാധ്യത ഉള്ളപ്പോൾ, നിങ്ങൾക്ക് ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എസ്കേപ്പിസം, അയ്യോ ആ കുടുംബ പ്രോബ്ലം, ആ കടഭാരം, ആ നിന്ന, ആ അപമാനം, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് ചാൻസ് കിടക്കുമ്പോഴും നിങ്ങൾ സാഹചര്യം നോക്കി ഓടരുതേ. കവേഴ്സ് വിൽ എസ്കേപ്പ്. ഭീരുക്കളത്രേ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോകുന്നത്. ധൈര്യശാലികൾ പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകത്തില്ല. പ്രശ്നത്തിലേക്ക് കടന്നുപോയി അതിനെ എതിരിട്ട് ജയിക്കും. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ധൈര്യശാലി അത്രേ. സദൃശവാക്യം 30:30. ഒന്നിനു വഴിമാറാത്ത സിംഹം, യഹൂദ ഗോത്രത്തിലെ സിംഹം അത്രേ യേശു. അതുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങളായിരിക്കുന്നതായ ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോകരുത്. നിങ്ങൾക്ക് മുൻപായി കർത്താവ് കടന്നു പോകുന്നു. പകരം ദൈവസന്നിധി അനുസരണതയോട് നിൽക്കുക. ആദാം ലംഘനം കാണിച്ചു, ആദാം അതെ അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ട് അതെ ആദാമിന് വീഴ്ച പറ്റി. എന്നാൽ യേശു കർത്താവ് അനുസരിച്ചു. എബ്രായർ 10:7, സങ്കീർത്തനം 40:8 വേദ പുസ്തകം ഇവണ്ണം പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു അതെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറയുകയുണ്ടായി, പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 28-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു, അവൻ എന്നെ ഏകനായി വിടുകയില്ല. കാര്യമെന്ത്?
100% യേശു ദൈവത്തിന്റെ ഹിതത്തിൽ തന്നെ ആയിരുന്നു അവൻ അനുസരിച്ചു. ഈ തലമുറയിൽ ദൈവത്തെ അനുസരിക്കുക. ശമൂവേൽ പറയുന്നു, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളെ മേധസ്സുകളെക്കാളും നല്ലത്. നിങ്ങൾ ഉപവസിക്കുന്നതിനേക്കാൾ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, പള്ളിയിൽ റെഗുലറായി നിങ്ങൾ പോകുന്നതിനേക്കാൾ എത്രയോ വലുതത്രേ ദൈവത്തെ അനുസരിക്കുന്നത്. ആദം അനുസരണക്കേട് കാണിച്ചു, എന്നാൽ യേശു അനുസരിച്ചു. യേശു കർത്താവ് പഴയ നിയമത്തിലെ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠൻ. 2 വേദപുസ്തകം പറയുന്നു, രണ്ടാമത്തെ ഉടമ്പടി അത്രേ നോഹയ്ക്ക് ദൈവം നൽകിയ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയ വിചാരവും അവന്റെ പാപത്തിന്റെ ദുഷ്ടതയും ഭയങ്കരമെന്ന് കണ്ടിട്ട് ദൈവമായ കർത്താവ് ഈ ലോകത്തെ വെള്ളത്താൽ നശിപ്പിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ന്യൂ ഓർലിയൻസ് എന്ന് പേരുള്ളതായ അമേരിക്കയിലെ ഒരു സംസ്ഥാനത്ത് കടൽ വെള്ളമും പേമാരിയും നിമിത്തം 100 കണക്കിന് ആൾക്കാർ മരിച്ചു. ഭയങ്കരമായ നാശനഷ്ടം ഉണ്ടായി. ആ വലിയ നാശനഷ്ടം അവിടെ നടന്നപ്പോൾ അവിടുത്തെ ഗവർണർ ഇവണ്ണം അത്രേ പറഞ്ഞത്, ഇറ്റ് വാസ് ദ ക്ലീനിങ് പ്രോസസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറഞ്ഞു. പിന്നെ ആ പ്രസ്താവന ഭയങ്കര വിവാദമായി. എന്നാൽ ന്യൂ ഓർലിയൻസിലോ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസത്തിൽ ന്യൂയോർക്കിലോ സംഭവിച്ചതല്ല ഏറ്റവും വലിയ ക്ലീനിങ് പ്രോസസ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയ ഈ ഭൂമിയിൽ നടക്കുകയുണ്ടായി. നോഹയുടെ കാലത്ത് സകല പർവ്വതങ്ങളും കുന്നുകളും കൊടുമുടികളും മുങ്ങത്തക്ക നിലയിൽ അതെ വെള്ളം പൊങ്ങി, ആകാശത്തിന് കിളിവാതുകൾ തുറന്നു, ഭൂമിയിലെ ഉറവകളും തുറന്നു, മഹാജലപ്രളയം ഉണ്ടായി. എന്നാൽ നോഹയ്ക്ക് ദൈവം കൃപ നൽകി അവനെ രക്ഷിച്ചു. ആ ജലപ്രളയത്തിന് ശേഷം നോഹയ്ക്ക് ദൈവമിത ഉടമ്പടി നൽകിയാണ്. എങ്ങനെയാണ് ഉടമ്പടി നൽകിയത്? ആ ജലപ്രളയത്തിന് ശേഷം വെള്ളം താണത് ശേഷം ഇതാ നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങി യാഗപീഠമുണ്ടാക്കി ദൈവത്തെ ആരാധിച്ചു. ഭൂമിയിൽ നിന്ന് ആരാധന ഉയർന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉടമ്പടി, ദൈവിക ഉടമ്പടി വരികയാണ്. ഭൂമിയിൽ ആരാധന, സ്വർഗത്തിൽ നിന്ന് ഉടമ്പടി. നിങ്ങളുടെ ജീവിതം ഒരു ആരാധന ജീവിതമാകട്ടെ. റോമർക്ക് ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആ സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പൻ. അതേ, പുതിയ നിയമത്തിൽ ഏതോ ഞായറാഴ്ച 2 മണിക്കൂർ മാത്രമല്ല, പള്ളിയിൽ പോകുമ്പോഴും ആരാധന, സഭയിലായിരിക്കുമ്പോഴും ആരാധന, തിരിച്ചു വരുമ്പോഴും ആരാധന, ഭവനത്തിനായിരിക്കുമ്പോഴും ആരാധന. സ്വർഗത്തിന് ഹോളിഡേ ഇല്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ എന്നും ആരാധനയാണ്, എപ്പോഴും ആരാധനയാണ്. ഭൂമിയിൽ നിന്ന് ആരാധന ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വാഗ്ദത്തം കടന്നു വന്നു. അതുകൊണ്ട് നിങ്ങളുടെ പള്ളിയിൽ പോകുന്ന 2 മണിക്കൂർ മാത്രമല്ല, പള്ളിയിലേക്ക് പോകുമ്പോൾ, പള്ളിയിലായിരിക്കുമ്പോൾ, തിരിച്ചു വരുമ്പോൾ, ഭവനത്തിലായിരിക്കുമ്പോൾ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, കഴിക്കുമ്പോൾ, എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരാധന ഉയരട്ടെ. നിങ്ങളുടെ ഭവനം ഒരു ആരാധനയുടെ ഭവനമാകട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു ആരാധനയുടെ ജീവിതമാകട്ടെ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഉടമ്പടി കടന്നു വരും. നോഹയ്ക്ക് ദൈവം നൽകിയ ഉടമ്പടി ഇതത്രേ. ഒരു മനോഹരമായ തന്റെ വില്ലിനെ ദൈവം വച്ചിട്ട് പറഞ്ഞു, നോഹേ, ഇനി മേലാൽ ഈ ഭൂമിയെ ഞാൻ വെള്ളത്താൽ നശിപ്പിക്കുകയില്ല. ദാറ്റ് മീൻസ് ടോട്ടൽ, മുഴുവനായിട്ടുള്ള നാശത്തെക്കുറിച്ച് അത്രേ ദൈവം സംസാരിക്കുന്നത്. ഇനി വെള്ളത്താൽ ഈ ഭൂമിയെ മുഴുവൻ ഞാൻ നശിപ്പിച്ചു കളയുകയില്ല. ഇന്നലകളിൽ വന്നതായ നാശം ഇനി വരികയില്ല. യേശു കർത്താവ് പഴയ നിയമ ഉടമ്പടിയേക്കാൾ വലിയവനത്രേ. അവൻ നിങ്ങൾ നോക്കി പറയുന്നു, പണ്ടുള്ളവയെ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കാൻ വേണ്ട, ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 18-19 വാക്യങ്ങൾ പറയുന്നു, ഇനി പഴയവയെ ഓർക്കേണ്ട. സഹോദരങ്ങളെ, 2011, 10, 9 കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി ഉലച്ചിലുകളും ഒത്തിരി പിഴച്ചിലുകളും നിങ്ങൾക്കുണ്ടായെങ്കിൽ, ഒത്തിരി നിലവിളിയിലൂടെ നിങ്ങൾ വന്നെങ്കിൽ, ഇന്ന് പകൽ വചന സന്ദേശത്തിലൂടെ ബ്രദർ സുരേഷ് ബാബു അല്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾ നോക്കി പറയുന്നു, ഇന്നലകളിൽ നിങ്ങൾക്ക് വന്നതായ ആ കഷ്ടം ഇനി വരികയില്ല. അത് തീർന്നു, അത് പോയി. അതൊരു കോമയല്ല. ദൈവം പറയുന്നു, അതൊരു ഫുൾ സ്റ്റോപ്പ് അത്രേ. പഴയ നിയമത്തിൽ നോഹയെ നോക്കി ദൈവം പറഞ്ഞു, നോ, ഇനി മേലാൽ ആ വെള്ളപ്പൊക്കം ഉണ്ടാകില്ല. ആദാമിന്റെ ലംഘനത്താൽ അതെ പാപം വന്നു, യേശുവിന്റെ അനുസരണത്താൽ നീതീകരണം വന്നു. നോഹയ്ക്ക് ദൈവം കൃപ നൽകി. പുതിയ നിയമത്തിൽ തീത്തോസ് 2:11 പറയുന്നു, രക്ഷാകരമായ കൃപ സകലർക്കും ദൈവം നൽകിയിരിക്കുന്നല്ലോ. നമ്പർ 3, മൂന്നാമത് ദൈവം നൽകിയ ഉടമ്പടി അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടി അത്രേ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം ഉടമ്പടി നൽകിയുണ്ടായി. 7 covenant blessings, 7 ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അവിടെ വായിക്കുവാൻ ഗുണം കഴിയും. നിന്നെ ഞാൻ അനുഗ്രഹിച്ച് ഒരു ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന വലിയൊരു അനുഗ്രഹം ദൈവമായ കർത്താവ് അബ്രഹാമിന് നൽകിയിരിക്കുന്നു. നോഹയുടെ ഉടമ്പടിയിൽ കർത്താവ് വില്ലാണ് അടയാളമായി വെച്ചെങ്കിൽ, അബ്രഹാമിന്റെ ഉടമ്പടിയിൽ ദൈവം നൽകിയതായ ഉടമ്പടിയുടെ അടയാളം അത്രേ
അതെ, പരിച്ഛേദന. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു, റോമർക്ക് ലേഖനം 2-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ, അക്ഷരത്തിന്റെ പരിജ്ഞാതനയല്ല, ആത്മാവിന്റെ പരിച്ഛേദന അത്രേ. അർത്ഥം, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. അപ്പോസ്തലൻ പറയുന്നു, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. പഴയ നിയമത്തിൽ അബ്രഹാമിന്റെ കാലത്ത് പരിച്ഛേദനയായിരുന്നു ആ ഉടമ്പടിക്ക് അടയാളമെങ്കിൽ, പുതിയ നിയമത്തിൽ വിശ്വാസം അത്രേ അത് അടയാളമായിരിക്കുന്നത്. നമുക്ക് ദൈവം വിശ്വാസം നൽകിയിരിക്കുന്നു. കാരണം യേശു കർത്താവ് പഴയ നിയമത്തിലെ ഉടമ്പടിയേക്കാൾ എത്രയോ വലിയവനത്രേ. അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും അത്രേ. യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവണ്ണം പറയുന്നു. വിശ്വാസം എന്ന് പറയുന്നത് വഴിയുണ്ടെങ്കിൽ നടക്കാം എന്ന് പറയുന്നതല്ല, പ്രത്യുത അത് ഇല്ലാത്ത വഴിയെ നമുക്ക് വേണ്ടി ഉളവാക്കുന്നത് അത്രേ വിശ്വാസം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, 2 കൂട്ടർക്ക് സകലതും സാധ്യമത്രേ. ഒന്ന്, ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ലൂക്കോസ് 1:23. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. യേശു തന്നെ പറയുകയുണ്ടായി, ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. വിശ്വസിക്കുന്നവന് സകലതും സാധ്യം എന്ന് ഞാൻ വെറുതെ പറഞ്ഞു വിടുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, ആ വിശ്വാസം ആരല്ലെന്ന് മനസ്സിലാക്കണം. ഏതോ രാഷ്ട്രീയത്തിലോ പണത്തിലോ സാഹചര്യത്തിലോ വിശ്വസിക്കുന്നവനല്ല. പലതിലും വിശ്വസിക്കുന്നവർ നാട്ടിലുണ്ടായിരിക്കാം. നോ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യം. ദൈവത്തിന് സകലതും സാധ്യം, ദൈവത്തിൽ വിശ്വസിക്കുന്നവനും സകലതും സാധ്യം. നിങ്ങളുടെ മുൻപിൽ ഏതോ മഹാപർവ്വതം നിന്ന് വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം. യെസ്, മറ്റുള്ളവർ മല കയറിയതുപോലെ നിങ്ങളത് കയറത്തില്ല. പറഞ്ഞാട്ടെ, ഞാനതിനെ സമനിലമാക്കി മുന്നോട്ട് പോകുവാൻ വേണ്ടി പോകുന്നു. മറ്റുള്ളവരത് കയറി ഇറങ്ങിക്കാണും. എനിക്ക് മുൻപിൽ പോയ ഒത്തിരി പേരുണ്ടായിരിക്കാം. എൻ്റെ പൂർവ്വപിതാക്കന്മാർ, എൻ്റെ അയൽവാസികൾ, ഞാൻ കേട്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കണ്ടിട്ടുള്ള എൻ്റെ ബന്ധുക്കൾ, അവരെല്ലാം ഈ മല കയറി ഇറങ്ങി. നോ, എന്നാൽ വിശ്വാസത്താൽ നാം വീര്യം പ്രവർത്തിക്കും. അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടി അഗ്രചർമ്മം അല്ലെങ്കിൽ പരിച്ഛേദന ആയിരുന്നു എങ്കിൽ, പുതിയ നിയമത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അടയാളം വിശ്വാസം അത്രേ. 4-മത് ദൈവം നൽകിയ ഉടമ്പടി, മോശയ്ക്ക് ദൈവം നൽകിയ ഉടമ്പടി അത്രേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തുടങ്ങി താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവം ഒത്തിരി ഉടമ്പടികൾ ഇസ്രായേലിനോട് മോശയിലൂടെ ദൈവമായ കർത്താവ് നൽകുന്നു. ആ ഉടമ്പടിയിൽ അടയാളമായി തീർന്നത് അത്രേ സാക്രിഫൈസസ്, യാഗങ്ങൾ. പലതരത്തിലുള്ള യാഗങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിൽ നമ്മൾ യേശു യാഗങ്ങളെക്കാൾ ശ്രേഷ്ഠൻ എന്ന് കാണുന്ന ഒരു എപ്പിസോഡുണ്ട്. എന്നാൽ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം നൽകിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു ഈ യാഗങ്ങൾ. ആ സകല യാഗങ്ങൾ 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശയിലൂടെ ദൈവം സ്ഥാപിച്ചതായ സകല യാഗങ്ങളും ഇന്ന് വിരൽ ചൂണ്ടുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി പരമയാഗമായ കർത്താവ് യേശുവിൻ്റെ അതേ ക്രൂശിലെ മരണം അത്രേ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, അവൻ യാഗം കഴിപ്പാനായിട്ടല്ല യേശു വന്നത്. യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനത്രേ. യാഗം കഴിപ്പാനല്ല വന്നത്, അവൻ യാഗമാകാനത്രേ വന്നത്. ഇസ്രായേൽ പാരമ്പര്യം അനുസരിച്ച് ചരിത്രം ഇവണ്ണം പറയുന്നു, രാവിലെ 9 മണിക്കത്രേ പുരോഹിതന്മാർ ദൈവത്തിന്റെ ആലയത്തിൽ യാഗങ്ങൾ ആരംഭിക്കുന്നത്. കൃത്യം ആ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കത്രേ 2 കള്ളന്മാരുടെ നടുവിൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. ഉച്ചയ്ക്ക് 3 മണിക്കത്രേ മഹാപുരോഹിതൻ ആ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇന്നത്തെ യാഗങ്ങൾ കഴിഞ്ഞു എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്കത്രേ 2 കള്ളന്മാരുടെ നടുവിൽ തൂങ്ങി നിന്ന കർത്താവ് യേശു സകലതും നിവർത്തിയായെന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായി യേശു കർത്താവ് വിളിച്ച് പറഞ്ഞത്. അതെ, യേശു നമുക്ക് വേണ്ടി യാഗമായി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? യേശുവിന്റെ കൃപയാൽ അവൻ നമ്മെ രക്ഷിക്കുന്നു. വേറെ ആരിലും നമുക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയത്തില്ല. ഒരു പുണ്യപുരുഷനിലോ ഒരു വിശുദ്ധന്മാരിലോ അമ്മ മറിയയിലോ സഭാപിതാക്കന്മാരിലോ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഏത് പള്ളിയിൽ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും മറ്റൊരുത്തിന് രക്ഷയില്ല. ഇത് മനുഷ്യനല്ല, പ്രാസംഗികനല്ല, ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യം, യേശു കർത്താവിനെ ക്രൂശിച്ച അതേ കമ്മിറ്റിയുടെ മുൻപിൽ, അതേ മതകോടതിയുടെ മുൻപിൽ തലകുനിച്ച് തല ഉയർത്തി നിന്ന് പത്രോസ് ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, നസ്രയനായ യേശുവിന്റെ നാമം. ബിഥോവൻ എന്ന് കേൾക്കുമ്പോൾ സംഗീതം ഓർമ്മ വരും. ഹിറ്റ്ലർ എന്ന് കേൾക്കുമ്പോൾ ലോകമഹായുദ്ധം നിങ്ങൾക്ക് ഓർമ്മ വരും. ടോൾസ്റ്റോയ് എന്ന് കേൾക്കുമ്പോൾ പല നാടകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും. എന്നാൽ നസ്രയനായ യേശു എന്ന നാമം പറയുമ്പോൾ സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതലും ദൈവപ്രവൃത്തിയും നിങ്ങളിൽ വെളിപ്പെടുന്നു. ആ യേശുവിന്റെ നാമത്തിൽ മാത്രമത്രേ നിങ്ങൾക്ക് രക്ഷ ഉള്ളത്. നോഹയ്ക്ക്
ദൈവം നൽകിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു മഴവില്ല്. അബ്രഹാമിന് ദൈവം നൽകിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു അതെ പരിച്ഛേദന. അതുപോലെ മോശയ്ക്ക് ദൈവം നൽകിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു യാഗങ്ങൾ. ആ യാഗം പറയുന്നത് യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു. അഞ്ചാമതായി പഴയ നിയമത്തിൽ ഒടുവിലായി കാണുന്നതായ ഉടമ്പടി അത്രേ ദാവീദിന് ദൈവം നൽകിയ ഉടമ്പടി. വേദപുസ്തകം പഠിപ്പിക്കുന്നു, കൃപയുടെ ഒരു ഉത്തമ ഉദാഹരണം അത്രേ സഹോദരങ്ങളെ ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തത്. അവന്റെ വീട്ടിലാരും രാജാവല്ല, അവന്റെ കുടുംബത്തിലാരും രാജാവല്ല. കാട്ടിൽ കിടന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മാത്രമേ ദാവീദിന് അറിയത്തുള്ളൂ. നിങ്ങൾക്കൊരു പക്ഷേ DD-യോ PhD-യോ ഒന്നും കാണത്തില്ല. പക്ഷേ ദൈവത്തെ നിങ്ങൾക്ക് ആരാധിപ്പാൻ കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതം താഴേക്കല്ല, നിങ്ങളുടെ ജീവിതം ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. കൂട്ടായ്മകളിലേക്ക് ജനം കടന്നു വരുമ്പോൾ, സഭകളിലേക്ക് ജനം പോയി തുടങ്ങുമ്പോൾ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് കടന്നു പോകുമ്പോൾ ആ ആത്മീയ അനുഭവം എന്താണെന്നറിയാത്തവർ ചിലപ്പോൾ അവരെ പരിഹസിക്കാം. എന്നാൽ പരിഹസിക്കുന്നവനും അവൻ്റെ കുടുംബവും താഴേക്ക് ഇറങ്ങുമ്പോൾ ദൈവത്തെ സ്തുതിച്ച, ദൈവത്തെ ആരാധിച്ചതായ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെടുകയുണ്ടായി. കേരളത്തിൻ്റെ മാധ്യമരംഗത്ത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നതായ ഒരു ഉദ്യോഗസ്ഥനുമായി ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയല്ല, സമൂഹത്തിൽ ഉന്നതനായി നമുക്കെല്ലാവർക്കും അറിയുന്നതായ ഒരു പ്രസിദ്ധനായ ഒരു വ്യക്തിയാത്രേ. ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, ബ്രദർ, വർഷങ്ങൾക്ക് മുമ്പ് പെന്തിക്കോസുകാരുടെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എത്ര പേർ വന്നിട്ടുണ്ട് എന്നറിവാൻ അവരുടെ സഭാ ഹാളിന് പുറത്തുള്ളതായ ചപ്പൽ എണ്ണിയാൽ മതിയായിരുന്നു. പുറത്ത് കിടക്കുന്ന ചെരുപ്പെണ്ണിയാൽ മതി നമുക്കറിയാം എത്ര പേർ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് കാലം മാറി, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ പറയുന്നത് യേശു അനുഗ്രഹത്തിന്റെ ദൈവമായതുകൊണ്ട് ഇന്ന് സഭാ ഹാളിന്റെ പുറത്ത് കിടക്കുന്ന കാറുകൾ എണ്ണിയാൽ മതി എത്ര പേർ അകത്തുണ്ട് എന്ന് അറിയാം. പണ്ട് ചപ്പൽ എണ്ണി അറിയണമായിരുന്നു ഹാളിനകത്ത് എത്ര പേരുണ്ട്. ഇന്ന് കാർ എണ്ണിയാൽ അറിയണമെന്ന് അക്രൈസ്തവനായ ഒരു മനുഷ്യൻ എന്നോട് പറയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ പുസ്തകം ആരാണോ ഉയർത്തിയത്, ദൈവം അവരെ ഉയർത്തുകയുണ്ടായി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിനെ ആരാണോ മാനിച്ചത്, ദൈവമായ കർത്താവ് അവരെ മാനിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ ഏതോ തീച്ചുളയിലൂടെ നിങ്ങൾ പോകുന്നെങ്കിലും, എത്ര വലിയ പ്രതിസന്ധി നിങ്ങൾക്കുണ്ടെങ്കിലും, ഒരു കൊടുങ്കാറ്റിൽ കിടന്ന് ഒരു പക്ഷിയുടെ തൂവൽ ചിതറുന്നത് പോലെ അല്ലെങ്കിൽ കറങ്ങുന്നത് പോലെ ഏതോ വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിലും, ഹോൾഡ് ഓൺ യുവർ ഫെയ്ത്ത്, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. പ്രമോഷൻ നിങ്ങൾക്കുള്ളത് അത്രേ, ജയം നിങ്ങൾക്കുള്ളത് അത്രേ, വിടുതൽ നിങ്ങൾക്കുള്ളത് അത്രേ. അർഹതയില്ലാത്ത സ്ഥാനത്ത് കാട്ടിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചതായ ആ ദാവീദിന് ദൈവം നൽകിയതായ ഉടമ്പടി. 1 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം തുടങ്ങി ദാവീദിന് ദൈവം നൽകിയ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. നോഹയുടെ കാലത്ത് ദൈവം നൽകിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു, മറക്കരുത്, മഴവില്ല്. അബ്രഹാമിന്റെ കാലത്ത് പരിച്ഛേദന, മോശയുടെ കാലത്ത് അത് യാഗങ്ങൾ. എന്നാൽ ദാവീദിന്റെ കാലത്ത് അത്രേ സ്തുതിയും ആരാധനയും. കാരണം വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദാവീദിന് ഒരു ആരാധനയുടെ ഒരു ടെന്റ് ഉണ്ടായിരുന്നു, ആരാധനയുടെ ഒരു കൂടാരം ഉണ്ടായിരുന്നു. മോശയുടെ കൂടാരത്തിന് 3 ഭാഗങ്ങളുണ്ട്, പ്രകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. മോശയുടെ കൂടാരത്തിൽ ഒത്തിരി സിസ്റ്റം ഉണ്ടായിരുന്നു, ഒത്തിരി ജീവനില്ലാത്ത വസ്തുക്കൾ അവിടെ വെച്ച് ഒത്തിരി സിസ്റ്റം അത്രേ സമാഗമന കൂടാരത്തിൽ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദാവീദിന്റെ കൂടാരത്തിൽ ജീവന്റെ ആരാധന ഉണ്ടായിരുന്നു. മോശയുടെ കാലത്ത് ഉണ്ടായിരുന്ന സിസ്റ്റം, ആ സിസ്റ്റം ഉള്ളതായ സീനിയർ കൂടാരത്തെക്കുറിച്ച് ദൈവം പിന്നത്തേതിലൊന്നും മിണ്ടുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ ദാവീദിന്റെ കൂടാരത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു, ഈവൻ പുതിയ നിയമത്തിൽ പോലും ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ ഞാൻ പണിയും. ഐ വിൽ റിസ്റ്റോർ ദ ടാബർനാക്കിൾ ഓഫ് ഡേവിഡ്. എന്താ വചന സന്ദേശത്തിൽ അവസാനമായി പരിശുദ്ധാത്മാവിന്റെ ഇൻവസ്വരമായി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്? നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നിങ്ങൾ ആരാധിക്കുന്ന ഒരു കുടുംബമാണോ? ഇന്നലകൾ എത്ര ഭയങ്കരമായി നിങ്ങൾ നിലം പൊത്തിയാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയാൽ അവ നിങ്ങളെ ഉയർത്തും. ദൈവത്തിന്റെ കൃപയിൽ ദൈവം നിങ്ങളെ മാനിക്കും. കാരണം കർത്താവ് നിങ്ങളെ തകർത്തിട്ട് കൈയൊട്ടിച്ചിരിക്കുന്നവൻ അല്ല. 4 പേർ കൂടുന്ന 4 കാലുകൾ ഒരിക്കലും നിങ്ങളുടെ തല കുനിയുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കുകയുമില്ല. പകരം ദൈവത്തിന്റെ കൃപയാൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന് അരുളി ചെയ്തവനായ ദൈവം നിങ്ങളുടെ വീണുപോയ സ്ഥാനങ്ങളെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അവസ്ഥകളെ അവൻ പണിയുക തന്നെ ചെയ്യും. കാരണം ദൈവം നഷ്ടങ്ങളെ ദൈവമല്ല, അവൻ നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകുന്നവൻ അത്രേ. ഈ ലോകത്തിലെ പേമാരിയിൽ, ഈ ലോകത്തിൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ തകർക്കപ്പെട്ടു എങ്കിൽ സഹോദരങ്ങളെ, ദൈവം നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകുന്നത് അത്രേ. വർഷങ്ങൾക്ക് മുമ്പ് ടൈറ്റാനിക് ഇറങ്ങുമ്പോൾ അതിന്റെ ഉടമസ്ഥനും കപ്പിത്താനും ഇവണ്ണം അത്രേ ദൈവത്തെ വെല്ലുവിളിച്ച് ഇറക്കിയതായ ആ ടൈറ്റാനിക് ഈ പ്രോഗ്രാം നിങ്ങൾ കേട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരു യാത്ര പോലും പൂർത്തിയാക്കുവാൻ കഴിയാതെ, ഞാൻ ആവർത്തിക്കട്ടെ, ഒരു യാത്ര പോലും പൂർത്തിയാക്കുവാൻ കഴിയാതെ അങ്ങ് മുങ്ങിത്താണ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയാകുന്ന നോഹയുടെ പെട്ടകം
അരാരാത്ത് പർവ്വതത്തിന്റെ ഉയരത്തിൽ ഉറച്ചു. ദൈവത്തിന്റെ പദ്ധതിയാകുന്ന നോഹയുടെ പെട്ടകം ഒരു പർവ്വതത്തിന് മുകളിൽ ഉറച്ചപ്പോൾ ദൈവം ഇല്ലാത്ത, ദൈവത്തെ വെല്ലുവിളിച്ചതായ ഒരു വലിയ കപ്പൽ മുങ്ങിത്താണ് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബമാണോ? നിങ്ങൾക്ക് പ്രശ്നമില്ലെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകാം, നിങ്ങൾക്ക് ഉലച്ചിൽ വരാം, നിങ്ങൾക്ക് അതേ വിവിധ ക്രമത്തിലുള്ള തീച്ചൂളയുടെ അവസ്ഥകൾ കടന്നു വരാം. പക്ഷേ അതേ സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ആരാധിക്കുന്ന കുടുംബങ്ങളാണോ? നിങ്ങളുടെ കൂടാരങ്ങളെ ദൈവം പണിയുക തന്നെ ചെയ്യും. മോശയുടെ കൂടാരം പണിയും എന്ന് ദൈവം പറഞ്ഞില്ല. സീനിയോറിറ്റി വെച്ച് നോക്കിയാൽ മോശയുടെ കൂടാരമായിരുന്നു പണിയേണ്ടത്. എന്നാൽ സത്യ ആരാധന, ജീവന്റെ ആരാധന വെളിപ്പെട്ടതായ ദാവീദിന്റെ കൂടാരത്തെ നോക്കി ദൈവം പറയുന്നു, ഞാൻ അതിനെ പണിയും. വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പണിയുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ പണിയട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ ദൂത് ശ്രദ്ധിച്ച എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. ധന്യനായ കർത്താവിൻ്റെ വിലയേറിയ വിടുതൽ അവരുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരുമാറാകട്ടെ. അയാളുടെ അത്ഭുതത്തിനെ കരം വെച്ച് അവരുടെ ജീവിതത്തെ അവിടുന്ന് സഹായിക്കും. കൊടുങ്കാറ്റിലും പേമാരിയിലും തകർന്നതുപോലെ കിടക്കുന്നതായ എല്ലാ വ്യക്തികളുടെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ വിലയേറിയ വാഗ്ദത്തവും വിടുതലും പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ അന്ധകാര വ്യാപാരങ്ങളെ ശാസിക്കുന്നു. ജീസസ് സൗഖ്യമാക്കും, നിന്റെ ജനത്തെ വിടുവിക്കും, ബലപ്പെടുത്തും. ജീസസ് എല്ലാ മഹത്വമേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.